ഹായ് ഓൾ. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ചത്തെ ഡാറ്റയിൽ കൃത്യമായി പറഞ്ഞിരുന്നത് എന്താ വെച്ചെങ്കിൽ നമുക്ക് ന്യൂസ് ബേസ് ആയിരിക്കും മൂവ്മെൻറ്റുകൾ, അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ലെവലുകളിൽ വന്നിട്ട് തന്നെയാണ് നിഫ്റ്റി റിയാക്ട് ചെയ്തതൊക്കെ. നല്ലൊരു പോസിറ്റീവായൊരു ന്യൂസ് ആയതുകൊണ്ട് തന്നെ എന്തായി മാർക്കറ്റ് കുറച്ച് അപ്പ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നാളത്തെ പ്രധാനപ്പെട്ട ലെവലുകളൊന്നും നോക്കാം. നാളെ എന്തായാലും ഈ ലെവലുകൾ കൃത്യമായി വർക്ക് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ലെവലുകൾ നോക്കിയിട്ട് നാളെ സുഖമായിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇന്നലെ വർക്ക് ചെയ്തിരുന്നത് വെള്ളിയാഴ്ച വർക്ക് ചെയ്തിരുന്നത് നന്നായിട്ട് നമ്മൾ ലെവലുകളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നാളത്തെ ലെവലുകൾ പ്രധാനപ്പെട്ട ലെവലുകളും നോക്കാം. പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 26,280 മുതൽ 26,300 വരെയുള്ള റേഞ്ചാണ്. 26,280 മുതൽ 26,300 വരെയുള്ള റേഞ്ച് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. താഴത്തെ ഒരു സപ്പോർട്ടായിട്ട് വരുന്നത് 26,100 മുതൽ 26,120-30 വരെ, ആ ഒരു റേഞ്ചിൽ 26,100 മുതൽ 26,130 വരെയിലെ റേഞ്ചിൽ നല്ലൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. അതിനെ കുറച്ച് താഴത്തായിട്ട് 26,000 പിന്നീട് വരുന്നത് സപ്പോർട്ടായിട്ട് വരുന്നത്. പിന്നെ അതിനും താഴെ 25,890, അതായത് 25,900 ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ പ്രധാനപ്പെട്ട ലെവലുകൾ ഇതൊക്കെയാണ്: 25,900, 26,000, 26,100 മുതൽ 26,130 വരെ, പിന്നെ 26,270 മുതൽ 26,300 വരെ അത് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. ഇത്രയും പ്രധാനപ്പെട്ട ലെവലുകളാണുള്ളത്. അപ്പോൾ ചെറിയ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ ചെറുതായിട്ട് മാർക്കറ്റിൽ നിന്ന് മുകളിലേക്ക് പോയിട്ട് വീണ്ടും ഡൗൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് നോക്കാവുന്നതാണ്. വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ, അതായത് 26,000 അത്രയൊന്നും ഡൗൺ ആവാൻ സാധ്യത കുറവാണ്, വളരെയധികം കുറവാണ്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ 26,000 തിരിച്ച് റിവേഴ്സൽ നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. അല്ല, നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 26,300 റിവേഴ്സൽ ട്രേഡിന് സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് നോക്കാം. അല്ല, അപ്പ് സൈഡിലേക്കാണെങ്കിൽ ഒരു കൺഫർമേഷൻ കിട്ടിയ ശേഷമേ ഞാൻ എടുക്കുന്നുള്ളൂ. അതായത് 26,300 മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഒന്ന് സസ്റ്റെയിൻ ചെയ്തിട്ട് നിന്നു എന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ഞാൻ ആ ട്രേഡ് എടുക്കുന്നുള്ളൂ. അപ്പ് സൈഡിലേക്ക് നല്ല ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിലാണ് പറയുന്നത്. അല്ല, ഇവിടെ നിന്ന് തന്നെ ഒരു ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഓക്കെ. എങ്കിലും 26,300 നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടുന്ന് റിജക്ട് ചെയ്ത് വീണ്ടും താഴത്തേക്ക് വരാനാണ് കൂടുതൽ സാധ്യത ഞാൻ കാണുന്നത്. അതുകൊണ്ട് അതിന് മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് വെച്ച് ഞാനിപ്പോൾ കോൺഫിഡൻസ് ആയിരിക്കും. അഥവാ ട്രേഡ് എടുത്താൽ തന്നെ പെട്ടെന്ന് എക്സിറ്റ് ആവുകയും ചെയ്യും, പ്രോഫിറ്റ് എടുത്തിട്ട്. ഓക്കെ, നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ വളരെ കൃത്യമായിട്ട് നിഫ്റ്റി പോലെ തന്നെയാണ് വർക്ക് ചെയ്തത്. എങ്കിലും ബാങ്ക് നിഫ്റ്റിയിൽ ലെവലുകൾക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. അതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ലെവലുകളായിട്ട് നാളെയും വെക്കുന്നത്. അത് 59,900 മുതൽ 60,000 വരെ ഉള്ളത്, അതായത് 59,900 മുതൽ 60,000 വരെ 100 പോയിന്റിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ബാങ്ക് നിഫ്റ്റിക്ക്. ആ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി തിരിച്ച് താഴത്തേക്ക് തന്നെ വരാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. കുറച്ച് ഡൗൺ സൈഡിലേക്കാണ് വരുന്നതെങ്കിൽ 59,600 കുറേ താഴത്താണ് വരുന്നത്. സപ്പോർട്ടായിട്ട് വരുന്നത് 59,600 മുതൽ 59,500 വരെയുള്ള റേഞ്ച്. ആ റേഞ്ച് ഒരു 100 പോയിന്റ് റേഞ്ചിൽ സപ്പോർട്ടായി അതും ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരികയാണെങ്കിൽ മിന്നാത്ത പോലെ തന്നെ 59,300 മുതൽ 350 വരെയുള്ള റേഞ്ച്, 59,300 മുതൽ 350 വരെയുള്ള റേഞ്ച്. പിന്നീടുള്ളത് 59,000 അതിന് താഴത്തൊരു സപ്പോർട്ടായിട്ട് കാണുന്നത്. ഇത്രയും സപ്പോർട്ടുകളാണ്. ഒക്കെ 59,100 ചെറിയൊരു സപ്പോർട്ടുണ്ട്, പക്ഷേ അതങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ. നാളെ എന്തായാലും അത് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ 59,000 വരെ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മിക്കവാറും ഒരു സൈഡ് വേസ് മാർക്കറ്റിൻ്റെ സാധ്യത നാളെ ഞാൻ നോക്കിയിട്ട് കാണുന്നത്. വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യത, ചെറിയ സൈഡ് വേസ് ആയിരിക്കുന്നതാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ചെറിയൊരു ട്രേഡ് നോക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ഞാൻ നാളെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ.